ചേച്ചി 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 കൃഷ്ണന്റെ അടുത്താണ് സ്റ്റാർ വെച്ചിരിക്കുന്നത്. കാരണം എന്താ, കൃഷ്ണനിലും ക്രാ ഉണ്ട്, ക്രിസ്തുവിലും ക്രാ ഉണ്ട്, മുക്രയിലും ക്രാ ഉണ്ട്. സിപ്പപ്പ് കഴിച്ചിട്ടുണ്ടോ? എന്ത് കൊഞ്ചും മാങ്ങ, ഹായ് മാങ്ങ, വാഴപ്പിന്ന, ആനയുണ്ട്, ആടല്ല മാനുണ്ട്, താറാവുണ്ട്. ഞാൻ കുരങ്ങല്ല, അയ്യോ അത് വെളിയിലിരിക്കുക. ഐസ്ക്രീം ഹലോ എവറിബഡി, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലാസ്റ്റ് ടൈം എനിക്ക് തോന്നുന്നു ഈ റൂമിൽ നിന്ന് എടുത്ത സമയത്ത് ഇവിടെ തേസയുടെ കൂടി ഉണ്ടായിരുന്നു. ഒരു 3 monthsനുള്ളിൽ വരും തേസയുടെ. എല്ലാവരും വെയിറ്റിംഗ് ആണ് തേസയുടെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം ഇത്ര നേരം എൻ്റെ അമ്മ ഉണ്ടായിരുന്നു ഇവിടെ. അമ്മ ഇപ്പം ചായ കുടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയുള്ളൂ. അപ്പം ഞാൻ ഇപ്പോൾ എഴുന്നേറ്റു ഇങ്ങനെ അമ്പലത്തിൽ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അത് 7 മടങ്ങ് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞി ഡേ കാണിക്കാമെന്ന് വിചാരിച്ചു വിത്ത് തേസേട്ടൻ്റെ ഫാമിലി. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ പോയിട്ട് വേഗം ഒന്ന് കുളിക്കാം. പതിവില്ലാതെ രാവിലെ എണീറ്റോടനെ കുളിക്കുന്ന എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. ശാസ്താംകോട്ട അമ്പലത്തിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല. ശാസ്താനാട് പോയിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടി പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ അയ്യപ്പൻ്റെ വൃശ്ചിക മാസമല്ലേ, മണ്ഡലമാസമല്ലേ, അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചു. കൂടെ ശാസ്താംകോട്ട ടെമ്പിളിലും കൂടി പോകാം എന്ന് വിചാരിച്ചു. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് അവിടുത്തെ കായലൊക്കെ ഒന്ന് കണ്ടിട്ട്, അമ്മ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടുണ്ട്, അമ്മ കണ്ടിട്ടില്ല, അപ്പോൾ അതൊക്കെ കണ്ടിട്ട് വൈകുന്നേരം കലക്കുഞ്ഞമ്മയുടെ ബർത്ത്ഡേ ആണ്, അതായത് തേസേട്ടൻ്റെ അമ്മയുടെ സിസ്റ്ററുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ട്രിവാൻഡ്രം പോകുന്നുണ്ട്, അവർ ട്രിവാൻഡ്രത്താണ്. എന്നിട്ട് ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വരും. അപ്പോൾ ആ ഒരു കുഞ്ഞി ഡേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, സോ ഞാൻ കുളിച്ചിട്ട് വരാം. യെസ്, അപ്പോൾ എൻ്റെ കുളി കഴിഞ്ഞു. ഇനിയിപ്പോൾ കഴിച്ചിട്ട് പോകാം, കാരണം ലേറ്റായി. എനിക്ക് പെട്ടെന്ന് എന്താ പറയുക, ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ വരുന്ന ആളാണ് ഞാൻ. ഈ വയറ് നല്ല നീറാൻ തുടങ്ങും. അപ്പോൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ കഴിച്ചിട്ടാണ് അമ്പലത്തിൽ പോകുന്നത്. അപ്പോൾ ഞാൻ ചേച്ചീനൊക്കെ കാണിച്ചു തരാം. ഓക്കെ, എൻ്റെ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇവിടെ ചേച്ചി കുളിക്കാണ്. ചേച്ചി 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 കുളിക്കാൻ തോന്നുന്നു. നല്ല വെയില്. ഇഡ്ലിയും ചട്നിയും ഇവിടെ ലൈറ്റ്. ഹായ്, ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ചേച്ചി ക്യാമറ ഓൺ ചെയ്ത് അപ്പ സ്റ്റക്കാവും. ലുക്കിംഗ് ഗോർജിയസ്. താങ്ക് യു. നമ്മൾ എവിടെ പോകുന്നത്? നമ്മൾ ശാസ്താംകോട്ടയും ശാസ്താനടയും 2 ശാസ്താവിൻ്റെ അടുത്തും പോകുന്നുണ്ട്. അല്ല, ശാസ്താംകോട്ട ശാസ്താവല്ലല്ലോ, ശാസ്താംകോട്ടയും ശാസ്താവാ, ശാസ്തനടയും ശാസ്താവാണ്. ഓ, അപ്പൊ 2 അയ്യപ്പന്റെ അമ്പലത്തിലേക്കാണ് പോകുന്നത്. ദാറ്റ്സ് ഗുഡ്. വൃശ്ചിക മാസമായോണ്ട്. വൃശ്ചിക മാസത്തെ ശാസ്താംകോട്ട എന്ന് പറഞ്ഞാൽ ഭയങ്കര ത്രേതായുഗം കേട്ടിട്ടുണ്ടോ? ത്രേതായുഗത്തിന് മുമ്പേ ഉള്ള അമ്പലം. അതായത് ശ്രീരാമ ഭഗവാനും സീതാദേവിയും കൂടി, അതായത് സീതയെ രക്ഷപ്പെടുത്തിയിട്ട്, രാവണന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടുത്തിയിട്ട് പോകുന്ന വഴിയിൽ റെസ്റ്റ് എടുത്ത അമ്പലമാണ്. അതിന് വേറൊരു കാര്യമുണ്ട്, അതിന്റെ കൂടെ വന്ന വാനരന്മാര് കുറച്ചുപേർ അവിടെ നിന്നു. അവിടെ തന്നെ ഉണ്ട്. വേറെ കുറെ KGF-ന്റെ കഥ പോലുള്ള കഥകളും ഉണ്ട്. KGF-ന്റെ അത് ഫൈറ്റിന്റെ. അതായത് നമ്മുടെ ഇത് കേട്ടിട്ടുണ്ടോ, എന്തോ ബോംബെയിൽ ഒരു സംഭവം ഉണ്ടല്ലോ, ബോംബെയിൽ എല്ലാരും ഒരു ധാരാവി. ധാരാവി അതാണോ? ധാരാവി പോലെ ഒരു സംഭവം ഉണ്ട്. നമ്മുടെ KGF-ലെ നായകൻ റോക്കി ഭായിയെ പോലെ ഒരു നായകനുണ്ട്. പിന്നെ അതിലെ സഞ്ജയ് ദത്തിന്റെ കൂട്ടൊരു
വില്ലനുണ്ട്. എവിടെ? അവിടെ ശാസ്താംകോട്ടെ. അതായത് അങ്ങനെ കുറെ ചരിത്രങ്ങളുണ്ട്. അതായത് ഈ റോക്കി ഫൈ എന്ന് പറയുന്നത് ഒരു സായിപ്പ് എന്ന് പറയുന്ന ഒരു കുരങ്ങ. അത് അമ്പലക്കുരങ്ങ. മറ്റേ ഒരു വില്ലൻ കുരങ്ങുണ്ട്, അത് ചന്തക്കുരങ്ങന്മാര്. അങ്ങനെ 2 ടൈപ്പ് ഓഫ് കുരങ്ങൻസ് ഉണ്ട്. അപ്പൊ അതായത് നമ്മുടെ അമ്പലത്തിൽ നിന്ന് വെളിയിലോട്ട് പോയാല്, അതായത് പടിയടച്ച് പിണ്ണം വെക്കത്തില്ലേ, അതേപോലെ കുരങ്ങന്മാരെ പടിയടച്ച് പിണ്ണം വെക്കും. അവർ പിന്നെ ചന്തക്കുരങ്ങുകളാ. അമ്പലക്കുരങ്ങുകളുണ്ട്, അവരൊരു സെറ്റാ. അവരമ്പലത്തിൽ നിന്ന് കിട്ടുന്നതൊക്കെ കഴിച്ച് ഇങ്ങനെ കഴിയുക. അപ്പൊ കുറച്ചുപേര് വെളിയിൽ പോവാ, വെളിയിൽ പോയി ആൾക്കാരെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുവാണെങ്കിൽ അവര് പിന്നെ ചന്തക്കുരങ്ങായി. അവരെ ഇങ്ങോട്ട് കേട്ടത്തില്ല, പിന്നെ ഭയങ്കര ഫൈറ്റ് ആണ്. ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. ഇനി നമുക്ക് ബാക്കി അമ്പലത്തിൽ പോയിട്ട് അവിടെ കാണുമ്പോ ഓരോ ഐതിഹ്യങ്ങൾ പറയാം. അപ്പൊ ആന്റി വരുന്നില്ല, അങ്കിളിന് ഫുഡൊക്കെ കൊടുക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഞങ്ങള് പോയിട്ട് വരാം. ഓക്കെ, നിങ്ങൾ അങ്കിൾ. അതെ, എന്താണ് ഒരു ചായ മാറ്റം? താഴെ എടുത്തല്ലേ? ഭക്ഷണം കഴിച്ചോ? ഇല്ലല്ലോ. ചേച്ചി കഴിച്ചു? എന്നാ ഇറങ്ങാ. എന്റെ അമ്മേനെ കാണിച്ചില്ല. ഹായ് അമ്മ. എന്റെ അമ്മ സൈലന്റ് ആയിട്ടിരിക്കണം. കുറച്ച് വൈലന്റ് ആവോ? എല്ലാരും ഇന്ന് ക്യാമറ വന്ന ഭയങ്കര അങ്ങോട്ട് അതുവരെയുള്ള അങ്കിള് വളരെ നാച്ചുറൽ ആണ്. ഇവന്റെ ചെരുപ്പ് എവിടെ? നല്ല വെയില്. ഓ, ഇപ്പോഴേ ഇത്ര ചൂടാണെങ്കിൽ മാർച്ചൊക്കെ ആകുമ്പോൾ അവസ്ഥ വിൽ ബി ബഹുത്ത് അച്ഛ. ഇവിടെ ഉണ്ടില്ലേ, നമ്മുടെ കൃഷ്ണന്റെ അടുത്താണ് സ്റ്റാർ വെച്ചിരിക്കുന്നത്. കാരണം എന്താ? മതസൗഹാർദ്ദം. മറ്റേ ഏതൊരു ഫിലിമിൽ പറയുന്നില്ലേ ചേച്ചി, കൃഷ്ണനിലും ക്രാ ഉണ്ട്, ക്രിസ്തുവിലും ക്രാ ഉണ്ട്, മുക്രിയിലും ക്രാ ഉണ്ട് എന്ന് പറഞ്ഞ പോലെ എല്ലാത്തിലും ക്രാ ഉണ്ട്. ആ നിറച്ചും ചാമ്പയ്ക്ക. ഡ്രൈവർ താര വണ്ടി എടുക്കും. മുതലാളി, കൊച്ചു മുതലാളി. ഒരു ഫംഗ്ഷന് പോകുമ്പോഴേ ഈ സാരി ഉടുത്ത് പോകുമ്പോഴും സീറ്റ് ബെൽറ്റ് ഇടുമ്പോ മൊത്തം ഉടയത്തില്ലേ? ഒരു അഡ്ജസ്റ്റ്മെന്റില് 1 ലെയർ വെച്ച സീന. മറ്റേ ഫുൾ പ്ലേറ്റ്സ് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ബൈ അമ്മേ. പാട്ടാ ഇത്തിരി വോളിയം കൂട്ടോ. അമ്പലത്തിൽ പോകുമ്പോ പറ്റിയ ഞാൻ സെലക്ട് ചെയ്തല്ലേ, ചേച്ചിയുടെ കാറിൽ തനിയെ വന്നതാ. നമ്മളിവിടെ അല്ലേ പോണ ഫസ്റ്റ്? സോ നമ്മളിനി ശാസ്താംകോട്ട അമ്പലത്തിലേക്ക് പോകുന്നു. ഇവിടെ ഇപ്പൊ എന്താ നടക്കുന്നത്? ചെറുപ്പോ? വൃശ്ചിക മാസത്തിലെ എല്ലാ ദിവസവും എല്ലാ അമ്പലങ്ങളിലും ചെറുപ്പുണ്ട്. പക്ഷെ നമ്മുടെ അവിടെ ഇല്ല അല്ലേ അമ്മ? അതന്നെ, ചുറ്റുവിളക്കൊക്കെ ആക്കി. പക്ഷെ ഇങ്ങനെ നമ്മുടെ അവിടെ കുത്തിവെക്കലൊന്നും ഇല്ല. കുത്തിവെക്ക അത് ഈ അമ്പലത്തിന്റെ പ്രത്യേകത. ഈ ഓരോ അമ്പലങ്ങളിലും മാടൻകാവ് അടുത്തുള്ളതുകൊണ്ട്. മാടൻകാവോ? നമ്മള് പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോ ഇവിടെ പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകുന്നത് അടിയുള്ളായിരിക്കും. ഇങ്ങനെ അവിടെ വരെ വിളക്ക് നമ്മുടെ അമ്പലത്തിന്റെ ചുറ്റുമുള്ള കൊരങ്ങന്മാര്. ആഹാരമുണ്ട് കേട്ടോ.
എന്നും ഭക്ഷണം അല്ലേ? എന്താ പഴക്കോല ചക്കയോ? ഓണത്തിന് സദ്യ, ഓണത്തിനും തിരുവോണത്തിനും സദ്യ. ആദ്യം സായിപ്പാ കഴിക്കുന്നത്. ആരാ സായിപ്പ്? ഇതാണോ സായിപ്പ്? സായിപ്പാരാന്ന് എനിക്ക് കണ്ടറിയത്തില്ല. എനിക്ക് മുന്നെല്ലാം മുഖം ഒരുപോലെ തോന്നുന്നു. അറിയില്ല അമ്മീ. രസമുണ്ട്. അതെന്താ അവിടെ? ഇത് എവിടെയാണ് പള്ളിവേട്ട നടക്കുന്ന സ്ഥലം. പള്ളിവേട്ട. ഓ, പന്തള രാജാവിന്റെ സമയത്തായി ഈ അമ്പലം എല്ലാം വിപുലീകരിച്ചു. പിന്നെ രാജാവ് വന്ന് നിൽക്കുന്ന സ്ഥലവും ഇതായിരുന്നു എന്ന് പറയും ജനങ്ങൾക്ക് കാണാൻ. നമ്മളിത് ഇവിടെ ഒരു ബാംബു ഫോറസ്റ്റ് ഉണ്ട്, അമ്മ കണ്ടിട്ടില്ല. അപ്പം അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതാണ് DB കോളേജ്, ശാസ്താംകോട്ട കുട്ടികൾ കോളേജിലേക്ക് പോകുന്നു. ഓക്കെ, ഞങ്ങളപ്പോൾ കായലിലേക്ക് പോയില്ല, അവിടെ നിറച്ച് കുട്ടികളായിരുന്നു. അപ്പോൾ ഒരു കുറേ പേര് അവിടെ ചേച്ചി ഹമ്പ് 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 അപ്പൊ ഞങ്ങള് കായലിലേക്ക് ഇറങ്ങിയില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. അപ്പൊ ഇനി ഞാൻ കണ്ടിട്ടുണ്ട്, ക്ഷമ കണ്ടിട്ടില്ല. അപ്പൊ ഇനി വെയിലില്ലാത്ത സമയത്ത് വരാതായിരിക്കും നല്ലത്. അതുകൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. വാനില കുഴപ്പമില്ല, ഞാൻ കഴിച്ചിട്ടില്ല. വാനില സിപ്പപ്പ്, ചോക്ലേറ്റ് സിപ്പപ്പ് കഴിച്ചിട്ടുണ്ട്. കഴിച്ചോക്കാം. ഞങ്ങളിപ്പോ സിപ്പപ്പ് വീട്ടിൽ പോയി കഴിക്കാന്ന്, കഴുകിയിട്ടൊക്കെ കഴിക്കാന്ന് വിചാരിച്ചു. ഇനിയൊന്നും നമുക്ക് പരിപാടിയില്ലല്ലോ. ഭരണിക്കാവ് അല്ലേ? പക്ഷെ എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഉള്ള സൈഡിലുള്ള ആൾക്കാർ ഭരണിക്കാവ് എന്ന് പറയില്ലേ, ഒരു ഇതും പറയും. എന്താ ഭരണിക്കാവ്? അയ്യോ, കളിയാക്കല്ല കേട്ടോ. അതെന്തുകൊണ്ട് അങ്ങനെ പഠിച്ച് ഭരണിക്കാവ് എന്ന് പറയും. പൊതുവെ കൊച്ചിയിലൊക്കെ പറയും. അതെന്തുകൊണ്ടായിരിക്കും ഫാ എന്ന് പറയാൻ കാരണം? ഫിത്തി എന്നൊക്കെ പറയും. അതെന്താ അങ്ങനെ? അത് ഇവിടുത്തെ ഒരു രീതി, സ്ലാങ്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ആണല്ലോ നമ്മുടെ. ശരിക്കും നമ്മള് പഠിക്കുന്നത് പായ്പ പായ്പ മാന്ന. പായ്പ പായ്പ മേ പായ്പ പായ്പ മാ പാപ്പ ബാബ മാ പായ്പ പായ്പ മാന്ന. പാപ്പ ബാബ മാ ഞങ്ങൾ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. പായ്പ പായ്പ മാ. ഞാൻ പാപ്പ ബാബ മാ. ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്തോ തരുമോ കദളിപ്പഴം എന്നൊക്കെയാണ് ഞങ്ങള്. പഠിച്ചിട്ടുണ്ട് കേട്ടോ. അയ്യോ, ഞാനും മറന്നുപോയി. ഭാര്യ ഭർത്താവ്. എനിക്കിപ്പോഴും ഭർത്ത തേജേട്ടനെ തിരിച്ചും എന്നിങ്ങനെ ഭാര്യ, അല്ലെങ്കിൽ എനിക്ക് തേജേട്ടനെ ഭർത്താവ്, അങ്ങനെ ഇപ്പോഴും ഞങ്ങക്ക് അത് ചിന്തിക്കാൻ പറ്റുന്നില്ല. ആ ഒരു രീതിയല്ലല്ലോ, നമ്മളിങ്ങനെ ഒരു ചില്ല് രീതിയാണല്ലോ. അപ്പൊ പെട്ടെന്നൊരു ഫ്ലോയിലെ അങ്ങനെ ഒരു സാധനം വരില്ല. ഒരു ഭാര്യ ഭർത്താവ് അങ്ങനെ സാധനം വരില്ല. ഇപ്പൊ എല്ലാരും അങ്ങനെയൊക്കെ തന്നെ. എല്ലാരും അങ്ങനെ എന്റെ ഭാര്യ എന്നുള്ള അങ്ങനെ ഒരു അതെ. ഇപ്പൊ ഫോറെവർ ഒരു ഫ്രണ്ട് പാർട്ട്ണർ എന്നുള്ള രീതി. കൈ കളയുന്നു എനിക്ക്. ലീലയുടെ തിരിച്ചെത്തി. നമുക്ക് പോകാൻ പറ്റാഞ്ഞത് ശാസ്താംകോട്ട കായലിലല്ലേ? അപ്പൊ ഇനി ഒരു വെയിലാറിയിട്ടുള്ള സമയത്ത് പോവാം. പക്ഷെ ഇന്ന് നമുക്ക് വൈകുന്നേരം കൽക്കുഞ്ഞമ്മയുടെ ബർത്ത്ഡേക്ക് പോകണം, ട്രിവാൻഡ്രത്തേക്ക് പോകണം. അപ്പൊ റെഡി ആവണം. എനിക്കും കടിച്ചു പൊട്ടിച്ച് അല്ലേ ഇത് ഞങ്ങളുടെ ഫേവറേറ്റാ. ഞാനും ശംഭു കഴിക്കുന്ന സിപ്പപ്പിന്റെ ആക്രാന്തത്തിൽ ഫോൺ വീണേനെ. അമ്മ നല്ല ടേസ്റ്റ് ഉണ്ട്. സിപ്പപ്പ് കഴിച്ചിട്ടുണ്ടോ?
ചോക്ലേറ്റ് പക്ഷെ എന്നെ അമ്മ ഉത്സവത്തിനൊന്നും തരില്ലായിരുന്നു. പണ്ട് തന്നിട്ടേ ഇല്ല. ഞാൻ സത്യം പറഞ്ഞാൽ വലുതായിട്ട് ഞാൻ സിപ്പപ്പ് കഴിക്കാൻ തുടങ്ങി. പണ്ട് ഇങ്ങനെ ഞാൻ ഈ കുറച്ച് കൊല്ലം ജനിച്ച ആളായോണ്ട് ഇത് ആ വെള്ളം കൊണ്ട് അന്നൊന്നും ഈ ബ്രാൻഡ് സിപ്പപ്പ് ഒന്നും ഇല്ലല്ലോ. ഇങ്ങനെ ഈ ആൾക്കാർ ഹിന്ദിക്കാരൊക്കെ കൊണ്ടുവരുന്ന സിപ്പപ്പ് അല്ലേ. അപ്പൊ അമ്മ സമ്മതിക്കില്ല, ആ വെള്ളം നന്നാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മേടിച്ചേ ഇല്ലായിരുന്നു. പിന്നെ അമ്മയുടെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഉണ്ട് കേശോട്ടൻ ഇങ്ങനെ ആരും കാണാണ്ടൊക്കെ ഇങ്ങനെ അപ്പൊ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് കള്ളത്തരത്തിൽ ഞാൻ കഴിച്ചിട്ടുണ്ട് സിപ്പപ്പ്. പിന്നെ വലുതായിട്ടാണ് സ്കൂളിൽ ഇതേപോലെ ഒരു ബ്രാൻഡ് ഉണ്ട് ആദിത്യ, അങ്ങനത്തെ ഒരു ബ്രാൻഡിന്റെ ഒരു സിപ്പപ്പ്. ഞാൻ പണ്ട് ഐസ് എടുത്ത് ഫ്രീസറിന്ന് എടുത്ത് കറുമുറു കഴിക്കും ഞാൻ കള്ളത്തരത്തിൽ. ഐസ് ഇട്ട് കടിച്ചു പൊട്ടിക്കും. അപ്പൊ വാരിങ്ങനെ സൗണ്ട് കേൾക്കുമ്പോഴമ്മ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് ഞാനൊരു ക്രിസ്മസ് ട്രീ മേടിച്ചു ബാനുവിനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാനു ഇപ്പോൾ സ്കൂൾ വിട്ട് വരും. അപ്പോൾ നമുക്ക് ക്രിസ്മസ് ട്രീ കാണിച്ചു കൊടുക്കാം. ഓക്കെ, ബാനു വന്നിട്ടുണ്ട്. ഹായ്, I have a surprise for you. Ba? Ngatu ba? Endu? Christmas tree ya? We'll have food, then we'll decorate it. Okay. ഇതെന്തായിരുന്നു? ചൂടല്ല, ഇതെന്താ എൻ്റെ അവിയല? കൊഞ്ച് തീയലോ? കൊഞ്ചും മാങ്ങ, ഹായ് മാങ്ങ, വാഴപ്പിണ്ണ ഇന്നത്തെ സ്പെഷ്യൽ. ഞാൻ പിന്നെ ഒന്നും കഴിക്കില്ല നോണേ. അങ്കിള് താലൊക്കെ എടുത്ത് വെച്ച് വിട്ടറി ഞങ്ങള് കഴിക്കുന്നതിന്റെ ഇടയില്. ഓ ഇങ്ങനെ ഇല്ല, കൊടിമരം പോലെ വെച്ചിട്ടേ ഉള്ളു. അത് ഞാൻ സ്പ്രെഡ് ചെയ്യാ. നമുക്ക് ആദ്യം ലൈറ്റ് വെക്കാം അതില്. അല്പസമയത്തിനുള്ളിൽ വടംവലി ആരംഭിക്കുന്നതാണ്. ഈ പ്ലഗിൽ കുത്തിയിട്ട് വലിക്കുക. അപ്പൊ അതിന് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് അല്ലേ? അത് കരിഞ്ഞ് ഒക്കെ. ക്രിസ്മസ് ട്രീ ലൈറ്റ് പ്രകാശനത്തിന്റെ ഉദ്ഘാടനത്തിനായി ജയജ്യോതി VHSSലെ മാനേജറായ അധ്യക്ഷ പ്രസംഗത്തിനായി ഡോക്ടർ താര ജ്യോതിയെയും ഈ പരിസരത്ത് എവിടെയുണ്ടെങ്കിൽ ഇവിടെ എത്തിച്ചേരാൻ പറയുന്നു. എവിടെയാ അധ്യക്ഷൻ? ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റായി. ഇനി നമ്മൾ റെഡി ആയിട്ട് കളിക്കുന്നതിനോട് അപ്പൊ ഇനി ഞങ്ങൾ റെഡി ആയിട്ട് ബാക്കി കാണിച്ചു. അപ്പൊ ഞങ്ങളെല്ലാരും റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് തിങ്ങി നിറഞ്ഞിട്ട് ഇരിക്കുന്നെങ്കിലും കുഴപ്പമില്ല, വളരെ കംഫർട്ടബിൾ ആണ്. അതെ, ബാനുവിന്റെ കാല് ഇവിടെ ഇടിച്ചിരിക്കുന്നു. അതെ. ഓക്കെ, നമ്മൾ എവിടേക്കാണ് പോണത്? ട്രിവാൻഡ്രത്തിന് എന്തിനു പോകുന്നു? ആന്റിയുടെ ചെറുതായിട്ടൊരു ഹമ്പ് ചെടിയാണ്. ആന്റിയുടെ സിസ്റ്ററിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഞങ്ങൾ
എന്താ പറയാ അവിടെ ട്രിവാൻഡ്രം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് അവിടെ ഒരു ഹോട്ടലിൽ പോയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യാം, ഭക്ഷണമൊക്കെ കഴിക്കാന്ന് വിചാരിച്ചു. ഞാൻ മുടിയൊന്നും കിട്ടിയിട്ടില്ല, തല ഉണങ്ങിയിട്ടില്ല. ഞാൻ ഒന്നും കൂടി കുളിച്ചു അല്ലേ. എന്താ ചേച്ചി ഒന്നും പറയാതിരിക്കണേ? ചേച്ചിയുടെ കോമഡി കേൾക്കാൻ വേണ്ടിട്ടാണ് എല്ലാരും കാത്തിരിക്കുന്നത്. ചേച്ചി പറയൂ. കോമഡി ട്രാജഡി ഉണ്ട്. ഓക്കെ പറഞ്ഞോളൂ. ബാനുവിന് എന്തെങ്കിലും പറയാനുണ്ടോ? അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇവിടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു. ഹലോ അങ്കിൾ. ആൻഡി ഇസ് ലിറ്റിൽ ബിറ്റ് ബിസി വിത്ത് സം ഫോൺ കോൾ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം. ഇനി ബാക്കി അവിടെ എത്തിയിട്ട് കാണിക്കാം അല്ലേ. ഞങ്ങളിങ്ങനെ അന്താക്ഷരമൊക്കെ കളിച്ചോണ്ടിരിക്കും. നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എവിടെ ലാസ്റ്റ് ഉത്തരം പറഞ്ഞു വെച്ചിരുന്നു? അല്ല അക്ഷരം പറഞ്ഞു വെച്ചിരുന്നു. ഏതാ അക്ഷരം? ഞങ്ങൾ ഇത്ര നേരം അന്താക്ഷരം കളിച്ചോണ്ടിരിക്കുന്നു. പെട്ടെന്നാണ് ഓക്കെ ഞാൻ ബാക്കി എടുത്തില്ല. ജാ ആയിരുന്നു. ഓക്കെ നമ്മൾ എത്തിയിരിക്കുന്നു. ഡോക്ടർ എസ് ഡി അനിൽകുമാർ, കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സർജൻ. ഡോക്ടർ എസ് ശ്രീകലാദേവി, MBBS ഡി ജിയോ ഗൈനക്കോളജിസ്റ്റ്. അയ്യോ മോളത്തെ വായിച്ചില്ല. MBBS ഡി ഓർത്തോ DNB MNA MS. ഹാപ്പി ബർത്ത്ഡേ ആൻഡി. നമ്മൾ എല്ലാവരും പിങ്ക് മാച്ചിങ്. എല്ലാവരും ചായ കുടിക്കുന്നു. ഹായ്. ഇല്ല. എന്താണ് ബർത്ത്ഡേ ആയിട്ട് പറയാനുള്ളത്? കലക്കൊരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് മേടിക്കണം. പക്ഷേ വേറൊരു കസിൻ ചേച്ചി ഓൾറെഡി സൗമ്യ ചേച്ചി കേക്ക് അയച്ചിട്ടുണ്ട്. പക്ഷെ അതല്ലാണ്ട് നമ്മൾ വേറൊരു കേക്ക് കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. 2 കേക്ക്. അപ്പം അത് പോയിട്ട് മേടിക്കണം. പോയി മേടിച്ചാലോ? അങ്ങനെ ഞങ്ങളുടെ സർപ്രൈസൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു. ആൻറ്റി ഓൾറെഡി അറിയാം എന്തിനു വേണ്ടിയിട്ട് എങ്ങനെ സർപ്രൈസ് പൊളിഞ്ഞത്. ആൻറ്റി കമ്മി സർപ്രൈസ് പൊളിഞ്ഞു. നിങ്ങൾ 4 പേരിന്റെ പ്രായമില്ലാത്തവര് തലമുറക്കാര്. അപ്പൊ അങ്കിള് ഏത് തലമുറയെന്നാണ് അവകാശപ്പെടുന്നത്? അപ്പൊ പുതിയ തലമുറ. ഓക്കെ, എന്നാ വരും ഇത്. അപ്പൊ ഈ പഴയ തലമുറ. ഇവിടെ ആനയുണ്ട്, ആടല്ല മാനുണ്ട്, കുതിരയുണ്ട്, താറാവുണ്ട്, കുടമുണ്ട്. ഞാൻ കുരങ്ങല്ല. അല്ല, ഇവിടെ
എനിക്കത് വെളിയിലിരിക്കുക കുഴലകത്തോട്ട് പോയില്ല. വെളിയിലിരിക്കും. ഇത് കീറിയോ? അകത്തോട്ട് പോയില്ല. ഇവിടെ പക്ഷെ ലൈറ്റ് കുറച്ച് കുറവാ. ഇതെന്താ ചേച്ചി? ഐസ്ക്രീം. ഓക്കെ. വീഡിയോ കോളിൽ ആൾക്കാര്. ഇതാ സൗമ്യ ചേച്ചിയുടെ മോളാട്ടോ. സൗമ്യയുടെ കേക്കും കൂടെ ഉണ്ട്. അതിനി അടുത്തത് മുറിക്കും. എല്ലാവരും എത്തിയിട്ട് കത്തിച്ച പോലെ പാടുകൾ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ കലക്കുഞ്ഞമ്മ. ആൻറ്റി ബാക്കിൽ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ടു യു. ഐസ്ക്രീം എവിടെ പോയി ചേച്ചി? ചേച്ചി ഐസ്ക്രീം എവിടെ? ചേച്ചി ഐസ്ക്രീം എവിടെ? കേക്ക്. വീണ്ടും ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ വീണ്ടും കലക്കുഞ്ഞമ്മ, ഹാപ്പി വീണ്ടും ബർത്ത്ഡേ. ഇതാണ് കേക്ക് കൊടുത്തയച്ച ആള്, സൗമ്യ ചേച്ചി. ചിയേഴ്സ് ബാനു. ബൈ ബൈ. നെക്സ്റ്റ് ബർത്ത്ഡേക്ക് കാണാം. എല്ലാം ഓക്കെ ആയിരുന്നില്ല ആൻറ്റി? അതിലങ്ങളുടെ നേരത്തെ കാണിച്ചില്ല. ഇതാണ് കലക്കുഞ്ഞമ്മയുടെ. അല്ല, വർത്തമാനം പറഞ്ഞില്ല. ഞാൻ വ്ളോഗ് എടുക്കുന്നുണ്ടായിരുന്നു. അത് ഓക്കെ. രാത്രി പിന്നെ വൈൻഡപ്പ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്പം നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. അപ്പം എന്തായാലും ഇത്രയൊരു എൻ്റെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനിയും എങ്ങനത്തെ വ്ളോഗ്സാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് പറയും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ചോദ്യം ചോദിക്കാം. ബൈ.